വാർത്തകൾ വിശദമായി. ഓൺലൈൻ പെൺവാണിഭ കേസിൽ അറസ്റ്റിലായ ജോഷിയുടെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ. ലൈംഗിക ബന്ധത്തിന് വഴങ്ങാത്ത സ്ത്രീകളെ എയ്ഡ്സ് രോഗിയായ ഡ്രൈവറുമായി ലൈംഗിക ബന്ധം നടത്തിച്ചുവെന്ന് ജോഷി വെളിപ്പെടുത്തി. ചുംബന സമര നേതാക്കളായ രാഹുൽ പശുപാലനും രശ്മി ആർ നായരും പ്രതികളായ ഓൺലൈൻ പെൺവാണിഭ കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥരെ തന്നെ ഞെട്ടിപ്പിച്ച വെളിപ്പെടുത്തലാണ് കേസിൽ പോലീസ് കസ്റ്റഡിയിലുള്ള അച്ചായൻ എന്ന ജോഷിയും സഹായി അനൂപും നടത്തിയിരിക്കുന്നത്. പെൺവാണിഭത്തിനെത്തിച്ച പെൺകുട്ടികളെ എയ്ഡ്സ് രോഗിയുമായി ലൈംഗിക ബന്ധത്തിന് വിധേയരാക്കിയതായി ജോഷി വെളിപ്പെടുത്തി. തന്റെ ഡ്രൈവറാണ് ആ എയ്ഡ്സ് രോഗിയെന്നും പെൺവാണിഭത്തിന് വിസമ്മതിച്ച പെൺകുട്ടികളെയാണ് ഇത്തരത്തിൽ ചതിയിലൂടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ വഴിയൊരുക്കിയതെന്നും ജോഷി പറഞ്ഞു. ഇക്കാര്യങ്ങൾ ജോഷിയുടെ സഹായി അനൂപും പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. എയ്ഡ്സ് രോഗിയുമായുള്ള ലൈംഗിക ബന്ധത്തിന്റെ ദൃശ്യങ്ങളും മറ്റു കാര്യങ്ങളും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയാണ് പെൺകുട്ടികളെ പിന്നീട് പല കേന്ദ്രങ്ങളിലും എത്തിച്ച വാണിഭം നടത്തിയതെന്നും അനൂപ് മൊഴി നൽകി. ജോഷിയുടെ ഡ്രൈവർ ഇപ്പോൾ ഒളിവിലാണ്. പെൺവാണിഭത്തിന് വന്നവരുടെ പണമിടപാടുകൾ കൈകാര്യം ചെയ്തത് താനാണെന്ന് മുബീന സമ്മതിച്ചിരിക്കുന്നു. ഇടപാടുകാർ പണം നിക്ഷേപിക്കുന്നത് മുബീനയുടെ അക്കൗണ്ടിലാണ്. കൊച്ചിയിൽ നടന്ന റെയ്ഡിനിടെ ക്രൈംബ്രാഞ്ച് ASIയെ കാറടിപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ച ശേഷം ഒളിവിൽ പോയ മുബീനയെയും വന്ദനയെയും കഴിഞ്ഞ ദിവസം ഓപ്പറേഷൻ ഡാഡി ടീം തമിഴ്നാട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. ഇവരെയും കൂടുതൽ ചോദ്യം ചെയ്യലിന് വിധേയമാക്കുന്നുണ്ട്. ലക്ഷക്കണക്കിന് രൂപയാണ് മുബീനയുടെ അക്കൗണ്ടിൽ വന്നിട്ടുള്ളത്. ഓരോ വ്യാപാരവും കഴിയുമ്പോൾ തന്റെ വിഹിതമെടുത്ത ശേഷം ബാക്കി പണം രാഹുലിനും രശ്മിക്കും കൈമാറും. പുതിയ പെൺകുട്ടികളെ എത്തിക്കാനും മുബീനയും വന്ദനയും സഹായിച്ചതായും മുബീന മൊഴി നൽകി. പിടിയിലായവരുടെ പുതിയ വെളിപ്പെടുത്തൽ സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം നടത്താൻ ഒരുങ്ങുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. സുനിൽ അരുമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ആർക്കും പിടിച്ചു നിർത്താനാകാത്ത വിധം കുതിക്കുകയാണ് പല വ്യഞ്ജനങ്ങളുടെ വില. അരിക്കും ധാന്യങ്ങൾക്കും ദിനംപ്രതിയാണ് വില ഉയരുന്നത്. ഉഴുന്നുപരിപ്പ് ഇനങ്ങളുടെ വില കിലോയ്ക്ക് 200 രൂപയോളം എത്തി. തീവിലയിൽ പിടിച്ചു നിൽക്കാനാകാതെ നട്ടം തിരിയുന്നത് സാധാരണക്കാരാണ്. പരിപ്പ്, ഉഴുന്ന്, ചെറുപയർ, തുവരപ്പരിപ്പ്, വൻപയർ ഇവയ്ക്കൊന്നും ഇന്നു പറയുന്നതല്ല നാളത്തെ വില. അത് മനസ്സിലാക്കണമെങ്കിൽ ഇവയുടെയെല്ലാം കഴിഞ്ഞ മാസത്തെ വില കൂടി അറിയണം. 80 രൂപയുണ്ടായിരുന്ന തുവരപ്പരിപ്പ് 187ആയി. ഉഴുന്നിൻ്റെ വില 80-ൽ നിന്ന് 164ആയി ഉയർന്നു. ചെറുപയർ 50-ൽ നിന്ന് 108-ലേക്കെത്തി. സാധാരണ പരിപ്പിൻ്റെ വില 38-ൽ നിന്ന് 74. വൻപയർ ഇപ്പോഴെത്തി നിൽക്കുന്നത് 63ൻ്റെ തിളക്കത്തിൽ. പ്രധാന ധാന്യങ്ങൾക്കെല്ലാം തന്നെ നേരെ ഇരട്ടി വില വർദ്ധിച്ചു. ഇതെങ്ങനെ സംഭവിക്കുന്നുവെന്നത് വ്യാപാരികൾക്കും വ്യക്തമായി അറിയില്ല. എങ്കിലും ഊഹക്കച്ചവടത്തിന് ലാഭം കൊയ്യുന്നവർ ഇടയ്ക്കുണ്ട് എന്നതുറപ്പ്. ഒരു പക്ഷേ ഇത് ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്യണമായിരിക്കും മാർക്കറ്റ്. ഇപ്പോൾ ഉഴുന്ന് മേടിച്ചു വെക്കാൻ കപ്പാസിറ്റി ഉള്ള മേടിച്ചു വെച്ചിട്ട് അവൻ തന്നെ മാർക്കറ്റിൽ നിന്ന് കൂടുതൽ വില കൊടുത്ത് മേടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവൻ്റെ കയ്യിലേക്കുന്ന സ്റ്റോക്ക് ഈ വിലയായി. അതിനൊക്കെ ഗവൺമെന്റിന് അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാവണം. സാധാരണക്കാരന്റെ അടുക്കളയാണ് വിലക്കയറ്റം പുകച്ചു കളഞ്ഞത്. അരിയും പയറും എല്ലാത്തിനും വില കൂടിയപ്പം അതുകൊണ്ട് എന്നാ വാങ്ങിക്കണമെന്ന് അറിയത്തില്ല. ഇപ്പം കത്തിക്കാളുന്ന വിലക്കയറ്റം കണ്ടു നിൽക്കാനല്ലാതെ ഇടപെടാൻ സർക്കാർ ഏജൻസികൾ ഇതുവരെ തയ്യാറായിട്ടില്ല. കൺസ്യൂമർ ഫെഡും സപ്ലൈകോയുമെല്ലാം പ്രവർത്തനം തന്നെ നിലച്ച മട്ടാണ്. പലവ്യഞ്ജനങ്ങൾക്ക് കുത്തകകൾ വില നിശ്ചയിക്കുന്ന ഈ കാലത്ത് ഇവയുടെ വിപണി വില എന്നത് രസകരമായ ഒരു ചോദ്യം മാത്രമാകുകയാണ്. സാധാരണക്കാരന് ഇതെല്ലാം എത്ര കാലം വാങ്ങാൻ കഴിയുമെന്നതാണ് ഉയരുന്ന മറ്റൊരു ചോദ്യം. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ വിനീഷ് നാഥാജിയോടൊപ്പം ടാനി പോൾ. ഇന്ത്യയിൽ ഭീകരാക്രമണങ്ങൾ നടത്താൻ പാക് ചാരസംഘടനയായ ISI പദ്ധതിയിടുന്നതായി റിപ്പോർട്ട്. ലഷ്കർ-ഇ തോയ്ബ, ജെയ്ഷെ മുഹമ്മദ്, ഹിസ്ബുൾ മുജാഹിദീൻ എന്നീ ഭീകര സംഘടനകളുമായി ചേർന്നാണ് ഇന്ത്യയിൽ ആക്രമണത്തിന് ISI ലക്ഷ്യമിടുന്നത് എന്നാണ് സൂചന. ഒരു മാസത്തിനകം ഇന്ത്യയിൽ ഭീകരാക്രമണം നടത്താനാണ് ഭീകര സംഘടനകളുടെ നീക്കമെന്നും ഇന്റലിജൻസ് ഏജൻസികൾ ആശങ്കപ്പെടുന്നു. മുംബൈ ഭീകരാക്രമണത്തിന്റെ 7ാം വാർഷികം രാജ്യം ആചരിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഭീകരാക്രമണത്തിന്റെ പുതിയ വാർത്തകൾ വരുന്നത്. ഇന്ത്യയിൽ ആക്രമണം നടത്തുന്നതിനായി പാക് ചാരസംഘടനയായ ISI, ലഷ്കർ-ഇ തോയ്ബ, ഹിസ്ബുൾ മുജാഹിദീൻ, ജെയ്ഷെ മുഹമ്മദ് എന്നീ ഭീകര സംഘടനകളുമായി കൂടിയാലോചനകൾ നടത്തിയതായാണ് ഇന്ത്യൻ ഇന്റലിജൻസ് ഏജൻസികൾക്ക് ലഭിക്കുന്ന വിവരം. 3 സംഘടനകളിലെയും 30ഓളം തീവ്രവാദികളെ ആക്രമണത്തിനായി ഇന്ത്യൻ നിയന്ത്രണ രേഖയ്ക്ക് അരികിലെത്തിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. പാക് അധിനിവേശ കശ്മീരിൽ വെച്ചാണ് ഇവരുമായി ISI മേധാവികൾ ആക്രമണം ആസൂത്രണം ചെയ്തത്. ISI മേധാവി ഷൌക്കത്ത് ഖാനാണ് ഈ കൂടിയാലോചനകൾക്ക് നേതൃത്വം വഹിച്ചതെന്നാണ് അറിയുന്നത്. അടുത്ത ഒരു മാസത്തിനകം ഇന്ത്യയിൽ ഒരു ഭീകരാക്രമണം പ്രതീക്ഷിക്കാമെന്നാണ് ഇന്റലിജൻസ് മേധാവികൾ വ്യക്തമാക്കുന്നത്. മുംബൈ ഭീകരാക്രമണം, റെഡ് ഫോർട്ട് ആക്രമണം, പാർലമെന്റ് ആക്രമണം എന്നിവയിലടക്കം ഈ ഭീകര സംഘടനകൾ പങ്കുവച്ചിട്ടുള്ളതിനാൽ മറ്റൊരാക്രമണത്തിനുള്ള സാധ്യത തള്ളിക്കളയാവുന്നതല്ല. കഴിഞ്ഞ ദിവസം കശ്മീരിലെ ആർമി ക്യാമ്പിന് നേരെ ജെയ്ഷെ മുഹമ്മദ് തീവ്രവാദികൾ നടത്തിയ ആക്രമണം ഇതിന് മുന്നോടിയാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. നാഷണൽ ഡെസ്ക്.
സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ ഇനി രക്തസമ്മർദ്ദത്തെക്കുറിച്ച് ആലോചിച്ച് BP കൂട്ടേണ്ട. സ്മാർട്ട് ഫോണുമായി ബന്ധിപ്പിച്ചുകൊണ്ട് BP നിയന്ത്രിക്കാനുള്ള പുതിയ ഇന്ററാക്റ്റീവ് വെബ് സിസ്റ്റം ശാസ്ത്രജ്ഞർ വികസിപ്പിച്ചെടുത്തു കഴിഞ്ഞു. സ്മാർട്ട് ഫോണുമായി ബന്ധിപ്പിച്ചുകൊണ്ട് BP നിയന്ത്രിക്കാനുള്ള പുതിയ ഇന്ററാക്റ്റീവ് വെബ് സിസ്റ്റം ശാസ്ത്രജ്ഞന്മാർ വികസിപ്പിച്ചു കഴിഞ്ഞു. ഗവേഷണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവരുടെയെല്ലാം രക്തസമ്മർദ്ദം കുറയുകയും അവരുടെ ജീവിത രീതി രക്തസമ്മർദ്ദത്തെ എത്രത്തോളം ബാധിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചുവെന്നും ഇതിന്റെ തുടർവഴികളിലെല്ലാം ഇവർ വളരെ ആക്റ്റീവായി പങ്കെടുക്കുകയും ചെയ്തെന്ന് ഗോതൻബർഗ് യൂണിവേഴ്സിറ്റിയിലെ ശാസ്ത്രജ്ഞർ പറയുന്നു. ഉയർന്ന രക്തസമ്മർദ്ദമുള്ളവർക്കായി അവരുടെ മൊബൈൽ ഫോണിന്റെ സഹായത്തോടെ രക്തസമ്മർദ്ദം സ്വന്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള സിസ്റ്റവും ഉണ്ടാക്കി. ഇതനുസരിച്ച് രോഗികൾ അവരുടെ രക്തസമ്മർദ്ദം, പൾസ്, കഴിച്ച മരുന്നുകൾ, ജീവിത രീതി, ലക്ഷണങ്ങൾ എന്നിവ അവരുടെ ഫോണിൽ രേഖപ്പെടുത്തി. വെബ് സിസ്റ്റം വഴി ജീവിത രീതിയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളും പ്രോത്സാഹനം നൽകുന്ന സന്ദേശങ്ങളും ഉദ്ബോധനങ്ങളുമെല്ലാം ഇവരുടെ ഫോണിലേക്ക് അയച്ചു. ഓരോരുത്തരുടെയും ജീവിത രീതി രക്തസമ്മർദ്ദത്തെ ഏതെല്ലാം തരത്തിൽ ബാധിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാനും ഇത് സഹായകമായെന്ന് ഗവേഷണത്തിന് നേതൃത്വം നൽകിയ ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്. ഇന്റർനെറ്റിന്റെ വേഗം കൂട്ടാൻ പുതിയ പ്ലാനുമായി BSNL. ഇന്റർനെറ്റ് കണക്ടിവിറ്റിയുടെ കുറഞ്ഞ വേഗത 2 Mbps ആയി വർദ്ധിപ്പിക്കും. ഉപഭോക്താക്കളുടെ കൊഴിഞ്ഞുപോക്ക് തടയാനാണ് BSNLന്റെ പുതിയ തന്ത്രം. BSNLന്റെ ബ്രോഡ്ബാൻഡ് കണക്ഷനുകളുടെ വേഗത 2 Mbps ആയി വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി പുതിയ ബ്രോഡ്ബാൻഡ് പ്ലാൻ വ്യാഴാഴ്ച മുതൽ നിലവിൽ വന്നു. BBG കോംബോ ULD 990 അസവും എന്ന ഈ പ്ലാനിന് മിനിമം 2 Mbps വരെയുള്ള ഡൗൺലോഡിംഗ് സ്പീഡും 6 GB ഇമെയിൽ സംഭരണ ശേഷിയും ഉണ്ടായിരിക്കും. മൊബൈൽ, ലാൻഡ് ലൈൻ മേഖലകളിൽ BSNLിൽ നിന്ന് സ്വകാര്യ സേവനദാതാക്കളിലേക്ക് വൻ കൊഴിഞ്ഞുപോക്ക് തടയുവാനും നെറ്റിന്റെ വേഗതക്കുറവിൽ അസംതൃപ്തരായി BSNL വിട്ടുപോകുന്ന ഉപഭോക്താക്കളെ തടയാനുമാണ് പുതിയ നീക്കം. ഇതിനായാണ് ഇന്റർനെറ്റിന്റെ വേഗത 4 ഇരട്ടിയായി BSNL വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഈ പുതിയ ബ്രോഡ്ബാൻഡ് കണക്ഷൻ ബുക്ക് ചെയ്യുന്നതിന് BB എന്ന് ടൈപ്പ് ചെയ്ത് 511441 അല്ലെങ്കിൽ 9400541441 എന്നീ നമ്പറിലേക്ക് SMS അയക്കുകയോ തൊട്ടടുത്തുള്ള കസ്റ്റമർ സർവീസ് സെന്റർ സന്ദർശിക്കുകയോ ചെയ്യാം. ന്യൂസ് ഡെസ്ക്. വിഷുവിന് വിഷരഹിത പച്ചക്കറി നൽകുക എന്ന ലക്ഷ്യത്തോടെ CPIMന്റെ നേതൃത്വത്തിൽ കാർഷിക ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിക്കാൻ തീരുമാനിച്ചു. ഓണത്തിന് ജൈവ പച്ചക്കറി വിപണിയിലെത്തിച്ച് പുതിയ വിപ്ലവം സൃഷ്ടിച്ചതിന് തൊട്ടുപിന്നാലെയാണ് CPIM 2ാം ഘട്ടത്തിലേക്ക് കടക്കുന്നത്. ഇതിനായി AKG പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ശില്പശാല സംഘടിപ്പിച്ചു. കഴിഞ്ഞ ഓണക്കാലത്ത് വിജയകരമായി പൂർത്തിയാക്കിയ വിഷരഹിത പച്ചക്കറിയുടെ ക്യാമ്പയിൻ്റെ 2ാം ഘട്ടത്തിനാണ് CPIM തയ്യാറെടുക്കുന്നത്. വിഷുവിന് വിഷമില്ലാത്ത സ്വന്തം പച്ചക്കറി എന്ന മുദ്രാവാക്യം ഉയർത്തി അടുത്ത വിഷുക്കാലത്ത് ജനങ്ങൾക്ക് വിഷരഹിത പച്ചക്കറി നൽകാനാണ് CPIMന്റെ തീരുമാനം. ഇതിനായി AKG പഠന ഗവേഷണ കേന്ദ്രത്തിൻ്റെ നേതൃത്വത്തിൽ ദ്വിദിന ശില്പശാല സംഘടിപ്പിച്ചു. കേരളത്തിൻ്റെ കാർഷിക രംഗത്ത് ഇടപെടാൻ കഴിയുന്ന മുഴുവൻ ഏജൻസികളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ടാണ് CPIM ഈ സംരംഭത്തിന് തയ്യാറെടുക്കുന്നത്. പച്ചക്കറി വില നിയന്ത്രണത്തിന് സർക്കാർ അനുവദിച്ച തുക അപര്യാപ്തമാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ഇപ്പം തന്നെ അനുവദിച്ചത് 5 കോടി രൂപ മാത്രമാണ്. ഈ സാഹചര്യം നേരിടുന്നതിന് വേണ്ടി 5 കോടി രൂപ പര്യാപ്തമേ അല്ല. 100 കോടി രൂപ ഇപ്പോൾ ഗവൺമെൻറ് നീക്കി വെക്കണം. ഈ പച്ചക്കറി രംഗത്തുണ്ടായ പ്രതിസന്ധി നേരിടുന്നതിന് വേണ്ടി 100 കോടി രൂപ അനുവദിക്കേണ്ട സ്ഥാനത്ത് 5 കോടി രൂപ അനുവദിച്ചു എന്നുള്ള പ്രഖ്യാപനം. മറ്റ് കാര്യങ്ങൾക്കൊക്കെ എന്തെല്ലാം കാര്യത്തിന് ഗവൺമെൻറ് പണം ചെലവഴിക്കുന്നു. ഇത്തരമൊരു കാര്യത്തിന് വേണ്ടി പണം ചെലവഴിക്കാൻ കഴിയാത്തൊരു സ്ഥിതി എങ്ങനെ വന്നു? വിഷപ്രയോഗമില്ലാത്ത പച്ചക്കറി ലഭ്യമാക്കാനുള്ള കർമ്മ പദ്ധതി ശില്പശാലയിൽ തയ്യാറാക്കി. ഡോക്ടർ TM തോമസ് ഐസക് MLA ആമുഖ പ്രഭാഷണം നടത്തി. ഡോക്ടർ ജിജു P അലക്സ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചടങ്ങിൽ ശാസ്ത്രജ്ഞരും സാങ്കേതിക വിദഗ്ധരും ജനപ്രതിനിധികളും അടക്കമുള്ളവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.